ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ന് ഉത്സവമാണ് ഗൈസ്. ഉത്സവം എവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ വയനാട് പുൽപ്പള്ളി സീതാദേവി ലവകുശ ടെമ്പിളിലെ ഉത്സവമാണ്. അപ്പോൾ ഉത്സവം നടക്കുന്നത് 2-ാം തീയതി മുതൽ 8-ാം തീയതി വരെയാണ്. അപ്പോൾ ഇന്നലെ ആയിരുന്നു കൊടിയേറ്റിന് എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് തൊട്ടാണ് എൻ്റെ വ്ളോഗ്സ് വരാൻ പോകുന്നത് ഉത്സവത്തിൻ്റെ. അപ്പോൾ ഇന്ന് ഉത്സവത്തിലെ ടെമ്പിളും മാത്രമല്ല അവിടുത്തെ റൈഡും അതൊക്കെ കാട്ടുന്നുണ്ട് ഗൈസ്, കടയും. മാത്രമല്ല ഇന്നെൻ്റെ പുതിയ ടർഫ് കാട്ടുന്നുണ്ട് ഗൈസ്. കാരണം പഴയ ടർഫല്ല, എൻ്റെ പുതിയ ടർഫ് ഞാൻ പണിയാൻ പോവാണ്. കാരണം പഴയ ടർഫിൽ ഈ മരത്തിൻ്റെ കുറ്റിയും അതൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ മാത്രമല്ല സ്ഥലം വളരെ കുറവായിരുന്നു. അപ്പം നമ്മളിനി മേളോട്ട് മാറ്റാൻ പോവുകയാണ് ഗൈസ്. അപ്പം അതിൻ്റെ തൊട്ട് മേലെയാണ് ടർഫ്. അപ്പോൾ അവിടെ നമ്മളാക്കുമ്പം പഴയ മരം വെട്ടിയതിൻ്റെ ഇതൊക്കെ ഉണ്ട്, കമ്പും ഇലയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളിനി മാറ്റണം ഗൈസ്. അപ്പോൾ നമുക്കിനി അതിൻ്റെ വ്ളോഗൊക്കെയാണ് കാട്ടാൻ പോണത് ഗൈസ്. അപ്പോൾ മാത്രമല്ല ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം, 2025 നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് കമൻറ്റ് ഗൈസ്. പിന്നെ എനിക്കതൊക്കെയാലും 2025 നല്ല വർഷമായിരുന്നു ഗൈസ്. കാരണം ഞാൻ 2025 എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇന്നേക്കിപ്പോൾ എനിക്ക് 46 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കൂടെ സഹായിച്ചാൽ എനിക്ക് ഇനിയും സബ്സ്ക്രൈബേഴ്സ് ആക്കാം ഗൈസ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ടർഫിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ റബ്ബർ തോട്ടമായതുകൊണ്ട് ഇത് ഇലയൊക്കെ പൊഴിയുന്നുണ്ട് ഗൈസ്. ഇതുണ്ടോ ഗൈസ്, റോഡൊക്കെ ഇപ്പോൾ ഇല റോഡായി. അപ്പോൾ ഇതാണ് എൻ്റെ പഴയ ടർഫ്. കണ്ടോ ഗൈസ്, പഴയ ടർഫിൽ മരം കൊണ്ടിട്ടിട്ടുണ്ട്. മാത്രമല്ല ഇതുണ്ടോ, ഇവിടെ മരം മുറിച്ചതിന് കുറ്റിയുണ്ട് ഗൈസ്. ഇതാണ് എൻ്റെ മരം മുറിച്ചതിൻ്റെ കുറ്റി. മാത്രമല്ല ഇതുണ്ടോ ഗൈസ്, മണ്ണൊക്കെ മാറ്റിയിട്ട് ഇത് ഇവിടെ ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മണ്ണെടുത്ത് നമ്മൾ അങ്ങോട്ടിടും ഗൈസ്. അപ്പോൾ എൻ്റെ പുതിയ ടർഫിലാണ് ഞാൻ ഇനി കാട്ടാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ പുതിയ ടർഫ്. ഇതുണ്ടോ ഗൈസ്, ഇവിടെ ഇല്ല, അവിടെ ഒരു തിണ്ടുണ്ട് ഗൈസ്. അത് തൊട്ട് ഇവിടെ ഒരു അടയാളം വെച്ചിട്ടുണ്ട്. അവിടം വരെയാണ് ഗൈസ് നമ്മൾ ടർഫ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇനിയിപ്പോൾ ടർഫ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണൊക്കെ വരാൻ പോണത്. പിന്നെ ഈ പഴയ ടർഫിൽ ഇതുണ്ട് ഗൈസ്, മരം കൊണ്ടിട്ടുണ്ട്. ഇത് മേളിൽ നിന്ന് മുറിച്ചാണ്. മാത്രമല്ല ടർഫിന് ഭയങ്കര നീളം കുറവാണ് ഗൈസ്. നമ്മൾ അവിടുന്ന് ബോൾ കൊണ്ട് വരുമ്പോഴത്തേക്കും ഗോളി പോസ്റ്റ് എത്തി ഗൈസ്. മാത്രമല്ല അടിക്കാനൊരു സുഖമില്ല. ഇതുണ്ട് ഈ മരത്തിൻ്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മളിനി ഈ ടർഫ് മാറ്റാൻ പോവുകയാണ്. ഇനി ഇവിടെ ടർഫില്ല, ഇനി ഇങ്ങോട്ടാണ് ടർഫ് വരാൻ പോണത് ഗൈസ്. ഇത് നമ്മൾ ഈ മണ്ണൊക്കെ എടുക്കും ഗൈസ്. അവിടെ ഇട്ട മണ്ണും അതൊക്കെ നമ്മൾ മാന്തും. ഇതൊക്കെ മാറ്റും നമ്മൾ ഗൈസ്. ഇതുണ്ടോ ഗൈസ്, ഇവിടുന്ന് ഇങ്ങനെ അങ്ങ് മാറ്റാൻ പോവാണ് ഗൈസ്. ഈ മരമൊക്കെ ഇനി ഇവിടെ തന്നെ വെക്കും. ഇത് ഞാൻ ഒരു തവണ കത്തിക്കാൻ നോക്കിയതാണ് ഗൈസ്. അതുണ്ടോ ഗൈസ്, കരി എന്നിട്ടത് കത്തിയൊന്നുമില്ല. എന്തായാലും ഞാൻ പറ്റുന്നത്ര ശ്രമിച്ചിട്ടും പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ടർഫ് അങ്ങോട്ട് മാറ്റുന്നത്. ഇവിടെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ല ഗൈസ്. ഈ ചെറിയ പ്ലാവിൻ്റെ ഇതൊക്കെ ഇല്ലേ, ഇതൊന്നും വിഷയമില്ല ഗൈസ്. കാരണം ഇതിൻ്റെ അതിരിൽ കൂടെയാണ് വരുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. ഇതുണ്ടോ അങ്ങവരെ നമ്മൾ ഇത് തന്നെ ഇതെന്തായിരുന്നു, ഇതും ഏതോ ഒരു മരമാണ് ഗൈസ്. ഈ മരം നമ്മൾക്ക് വെട്ടിക്കളയാൻ പറ്റും ഗൈസ്. മാത്രമല്ല ഇതൊക്കെ നമുക്ക് വേഗം കളയാം. പിന്നെ ഇത് കണ്ടോ ഗൈസ്, അത് നമ്മൾ കളയുന്നില്ല. അത്ര അളവിലാണ് ടർഫ് വരുന്നത്. സ്ഥലം ഇല്ലെങ്കിൽ നമ്മളത് കളയും, ഇല്ലെങ്കിൽ നമ്മൾ കളയില്ല. ഇതുണ്ടോ ഗൈസ്, കമ്പും കോലൊക്കെ ആയിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റണം ഗൈസ്. ഞാൻ കുറേ ഇവിടുത്തെ ഇങ്ങനെയൊക്കെ മാറ്റിയായിരുന്നു. പിന്നെ ഈ മരമൊക്കെ ഒന്ന് വെട്ടിക്കളയണം. ഈ കുറ്റി ഉണ്ടോ ഗൈസ്, ഈ കുറ്റിയും പിന്നെ ഇത് ഞാൻ ഓൾറെഡി ഇത്ര ആക്കിയതാണ് ഗൈസ്. പിന്നെ മാത്രമല്ല ഇവിടെ നമുക്ക് അത്യാവശ്യത്തിന് നീളം വെക്കാം, അവിടം വരെയെങ്കിലും നമുക്ക് എത്തിക്കാം. അപ്പോൾ നമുക്ക് ഇനിയും ഇതിൻ്റെ വീഡിയോസൊക്കെ വരും ഗൈസ്. അപ്പോൾ ഇനി വൈകുന്നേരം ആണ് എൻ്റെ ഉത്സവത്തിൻ്റെ വ്ളോഗ് വരാൻ പോണത് ഗൈസ്. നമ്മൾ ഇന്ന് വൈകുന്നേരമാണ് ഉത്സവത്തിന് പോകുന്നത് ഗൈസ്. അപ്പം ഇന്ന് വൈകുന്നേരം ഈ ഉത്സവം ടെമ്പിളൊക്കെ കാട്ടും ഗൈസ്. പിന്നെ മാത്രമല്ല അവിടുത്തെ റൈഡും കടകളും എന്തൊക്കെ വാങ്ങുമെന്നൊക്കെ കാണാം ഗൈസ്. അപ്പോൾ നമുക്ക് ഉത്സവത്തിന് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഉത്സവത്തിന് പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. അച്ഛനും അമ്മയൊക്കെ റെഡിയാവുന്നുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം ഞാൻ അപ്പോൾ കുളിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വരാം ഗൈസ്. ഇതാണ് എൻ്റെ വേഷം, ബാഗി പാൻറ്റും പിന്നെ വാച്ചും ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ വേഷം. അപ്പോൾ വൈകുന്നേരമായിട്ടുണ്ട് ഗൈസ്. ഇതുണ്ട് ഗൈസ്, നല്ല ഉത്സവത്തിൻ്റെ ഫീലുണ്ട് ഇവിടെ. പിന്നെ വണ്ടി കഴുകിയിട്ടുണ്ട് ഗൈസ്. പിന്നെ അപ്പോൾ ഇനി ഉത്സവത്തിന് പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ടെമ്പിളിൽ കാട്ടിത്തരാം ഗൈസ് ഇനി. അപ്പോൾ നമ്മളിനി ഉത്സവത്തിന് പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് അമ്പലം, ഇതാണ് ഗൈസ് കൊടി. ഇന്നലെ കയറ്റിയതാണ്, ഇന്നലെ ഞാൻ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നാണ് കണ്ടത്. പിന്നെ ഇതാണ് ഉത്സവം പറഞ്ഞത് ഗൈസ്. ഇനി നമുക്കിനി അടുത്തായിട്ട് അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെയൊക്കെ
ഗൈസ്. അവിടെ കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇത് പിന്നെ അമ്പലത്തിലെ കൊട്ടാണ് ഗൈസ്. അപ്പൊ ഗൈസ് ഇനി മേളോട്ട് പോവാണ്. ഇതും വേറൊരു ക്ഷേത്രം തന്നെയാണ്. അവിടെയാണ് ഗൈസ് അമ്പലക്കുളം. ഇത് കാണുന്നുണ്ടോന്ന് അറിയത്തില്ല. അവിടെ ഉണ്ട് ഗൈസ്. ഗൈസ് ഇതാണ് അമ്പലം. ഇതുണ്ട് ഗൈസ്. അങ്ങ് അവിടെ ഉണ്ട്. മേലെയാണ് ഉത്സവപ്പറമ്പ്. ഉണ്ടോ ഗൈസ്? ഇതാണ് അമ്പലം ഗൈസ്. ഉത്സവമായതുകൊണ്ട് കുറേയൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് ഗൈസ്. ഇതും അമ്പലത്തിലെ ഒരു സ്ഥലമാണ് ഗൈസ്. നമുക്ക് അങ്ങോട്ട് എത്തിയിട്ടൊന്ന് കാട്ടിത്തരാം ഗൈസ്. വാട്ടർഫാളൊക്കെ ഉണ്ട് ഗൈസ്. വെള്ളം വീഴുന്നുണ്ട്. ഇതൊക്കെ കണ്ടോ ഗൈസ്? ഇത് കണ്ടോ ഗൈസ്? നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ ഇതുണ്ടോ ഗൈസ്? ഈ വഴി അന്നദാനത്തിനുള്ളതാണ് ഗൈസ്. അവിടെ അത് വെള്ളത്തിൻ്റെയാണ് ഗൈസ്. പിന്നെ അത് കണ്ടോ ഗൈസ്? അത് ഇവിടുത്തെ ആനയായിരുന്നു. അത് മരിച്ചുപോയി. അതിൻ്റെ സ്മാരകമായിട്ട് വെച്ചേക്കുവാണ്. അതിൻ്റെ പേര് ശങ്കരൻകുട്ടി എന്നാണ്. അപ്പോൾ ഇത് കണ്ടോ ഗൈസ്? ഇതാണ് ഗൈസ് ഇവിടുത്തെ ശങ്കരൻകുട്ടി എന്ന് പറഞ്ഞ ആന. ഇത് അന്ന് നേരത്തെ ദൂരത്തു നിന്നാണ് കണ്ടത്. ഇപ്പം അടുത്തു നിന്നാണ് ഗൈസ് കാണുന്നത്. ഇത് കണ്ടോ ഗൈസ്? ഇത് കണ്ടോ ഗൈസ്? അപ്പോൾ നമുക്കിനി മേലോട്ട് പോകാം ഗൈസ്. മേലോട്ട് പോകാനുള്ള വഴിയാണ് ഗൈസ്. അതിലും ഉണ്ട് ഇതിലും ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിലെയാണ് പോകണത് ഗൈസ്. നമ്മൾ ഇത് പിന്നെ അന്നദാനത്തിൻ്റെയാണ് ഗൈസ്. അപ്പോൾ ഈ വഴിയാണ് നമ്മൾ മേളിലോട്ട് പോകണത്. അപ്പോൾ ഇനി മേളിലെത്തിയിട്ട് കാണാം ഗൈസ്. അത് ദൈവത്തിൻ്റെ ഫോട്ടോസൊക്കെ വെക്കണതാണ്. അതിങ്ങനെ ലൈറ്റായിട്ട് കാട്ടും ഗൈസ്. അപ്പോൾ നമുക്കിനി മേളിലെത്തിയിട്ട് കാണാം ഗൈസ്. അവിടെയാണ് ഉത്സവപ്പറമ്പ്. അപ്പോൾ നമുക്ക് ചെന്നിട്ട് കാണാം ഗൈസ്. അവിടെ ചെന്നാൽ ചിലപ്പോഴേ വെച്ച് കേൾക്കുള്ളൂ. നല്ല ഒച്ചയുണ്ട് ഗൈസ് അവിടെ. നമുക്ക് പോവാം ഗൈസ്. ഇത് കണ്ടോ ഗൈസ്? ദൈവത്തിൻ്റെ ഓരോരോ ദൈവത്തിൻ്റെയൊക്കെ വരുന്നതാണ് ഗൈസ്. എത്തിയിരിക്കുന്നു ഗൈസ്. ഇവിടെ കുറെ കടകളൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോയാൽ സംസാരിക്കാൻ പറ്റില്ല ഗൈസ്. കേൾക്കൂല. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ടാണ് പോണത്. പോയാൽ ഒച്ചയൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോഴേ കേൾക്കുള്ളൂ. എന്നാലും ഞാൻ പറയാൻ നോക്കാം ഗൈസ്. ഗൈസ് കുറേ ഗ്ലാസ്സൊക്കെ ഉണ്ട്. ഇതുണ്ടോ ഗൈസ്? കുറേ ഭരണി അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ഇതുണ്ടോ ഗൈസ്? ഇനി നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം ഗൈസ്.
പുതപ്പ് നോക്കുവാണ്. കണ്ടോ ഗൈസ്, വാച്ചിൻ്റെ കടയാണ്. വാച്ച് മോക്ഷനായകനായ ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചിരിക്കുക. ശ്രീരാമ സീതാശ്രയപുരം ഗൈസ്, ബുക്സിന്റെ കുറേ കളക്ഷൻ ഉണ്ട് ഗൈസ്. രാത്രി കഴിക്കാനാണ് ഇതൊക്കെ എന്നാ വില? ഈ പ്രിന്റഡ് വിലയാണോ ഈ പറയുന്നത്? പണ്ട് ഞാൻ 2-3 വായിച്ചിട്ടുണ്ട് പണ്ട്. പ്രിന്റഡ് വിലയാ? ഇപ്പൊ സമയം ഇതൊക്കെ എന്ത് വിലയുണ്ട്? ഇതൊരു 300 അല്ലേ? ചിലരുണ്ടല്ലോ ഭയങ്കര കവർ നോക്കിയൊന്നുമില്ല. ഡിസ്നി മഞ്ഞൊന്നും വേണ്ട. ഇത് ആ ഒരിക്കലൊക്കെ നല്ല അതിൻ്റെയൊക്കെ നല്ല നാലുകെട്ട് അടിപൊളി സീത വായിക്കാൻ. ഇത് ഭയങ്കര ഇത് ഓൺലൈനിൽ കിട്ടും. ഓൺലൈനിൽ ഷിപ്പിംഗ് ചാർജും കൂടെ അടക്കണം. താമസമല്ലേ. ഇത് നല്ല പുസ്തകമാണ്. ഇതൊന്ന് വായിച്ചു. രണ്ടാമതാണ് എനിക്കിഷ്ടം. ഇതിന്റെ പ്രിന്റ് വില തന്നെയാണ്. പ്രിന്റ് വില ചെറിമുണ്ടുകൾ കാണാം. ചെറിമുണ്ടുകൾ സാധാരണ നല്ല കൈത്തറിയൊന്നും അങ്ങനെ കിട്ടുകയും ഈ മഞ്ഞയൊക്കെ ഇട്ടാൽ അത്യാവശ്യം നല്ല നല്ല ഒതുക്കമുണ്ട്. പ്രിന്റുള്ളതുണ്ട്. ഏതാ നോക്കുക പറഞ്ഞോ. എല്ലാം 150. എല്ലാം 150. ഏതാ വേണ്ട? ഇത് പറയെങ്കിൽ എനിക്ക് ചേർക്കുന്നുള്ളൊരു ഇത് വെള്ളയല്ലേ? വെള്ളയാണ്. ഇത് മഞ്ഞയല്ല. കാവ്യമാണോ? അത് ഇപ്പോഴും ഉള്ളതല്ലേ, കിട്ടാതെ കളറുണ്ട്. ഇത് പറയുന്നത് ഇതും നല്ല കളറാണ്.
ഇത് വേണ്ട ആണല്ലേ അത് ഇരിക്കുന്നത് നല്ല കളറല്ല ഇതൊന്നല്ല ഇത് നല്ല തെളിച്ചുള്ള കളറാണ് ഇതാ ഉണ്ടോ ഇതാന്ന് പറഞ്ഞാൽ വിട്ടാണ്ടിരിക്കാൻ പറ്റും. ചെരുപ്പിൻ്റെ സെക്ഷനാണ് ഗൈസ്. ചുരിദാറിൻ്റെ ടോപ്പുകളാണ്. ടോപ്പല്ല പലാസോ വേണ്ട. ഇത് ചവിട്ടീൻ്റെ ഒക്കെ സെക്ഷനാണ് ഗൈസ്. ഒരു കാര്യം ചെടിച്ചട്ടി ഉണ്ട് ഗൈസ്. ചെടിച്ചട്ടി ഇതാണ് ഗൈസ്. കുറേ ഉണ്ട്. ഇതുണ്ടോ ഗൈസ്, കുറേ ചെടിച്ചട്ടികളുണ്ട്. അങ്ങോട്ട് ഇവിടുന്ന് മേടിച്ചില്ലടാ. ഞാനാ വേഗം എടുത്തിട്ട് വരാൻ നോക്കുമ്പോഴേ അതിനകത്ത് നിറച്ച് അത് ഓൾറെഡി ഉള്ള ബാഗല്ലേ? ഇത് ഓൾറെഡി ഉള്ള ബാഗല്ലേ? അത് പോയില്ലേ?
ഇതിന് ഞാനിടുന്ന മറ്റേ ഇതാണ് ഞാനിടുന്ന സാധനമാണ് മറ്റേ പാൻറ് അത്തർ എനിക്ക് മണം കിട്ടാനില്ല. റോയൽ ബ്ലോ പെർഫ്യൂംസ് ആണ് ഗൈസ്, പെർഫ്യൂംസ്. മതി. ഇത് നല്ലൊരു സ്മെല്ലല്ലേ. കമ്മലൊന്നും മേടിച്ചു ടോപ്പ് നോക്കാം, ടോപ്പ് നോക്കാം, പേര് നോക്കാം. ആൾക്കാർ മരിപ്പ് മരവിപ്പ് ഇങ്ങനെ ഒരുവിധ ഇത് 2,990 ഇപ്പോൾ ബുക്ക് ചെയ്താൽ 500 അടച്ചാൽ മതി. ആദ്യം നിങ്ങൾ വീട്ടിൽ വരുമ്പോൾ കൊടുത്താൽ മതി. ഞങ്ങളെ തെറാപ്പിസ്റ്റാണ് കൊണ്ടുവരും. രീതി പഠിപ്പിച്ച് കാലിൻ്റെ വെള്ളയിൽ ചെയ്താൽ നമുക്ക് ശരിക്കും മണ്ണിലൂടെ നടക്കുന്ന അതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഹൃദയത്തിലേക്ക് സർക്കുലേഷൻ കിട്ടാനായിട്ട് Caviar. തെറ്റുകൾ സൂക്സുകൾ സ്പോർട്സുകൾ തുടങ്ങി കൈപ്പുണ്ണിന്റെ മഹായുധം സൃഷ്ടിച്ചുകൊണ്ട് ഇതിനെ സ്വാഗതം ചെയ്യുന്ന സ്റ്റാറിലെ
അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ഉത്സവം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. മാത്രമല്ല എനിക്ക് മെയിൻ ഉത്സവം ഒന്നും കാട്ടാൻ പറ്റിയില്ല ഗൈസ്. കാരണം ഈ ഫോണിൻ്റെ ചെറിയ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ട് മെയിൻ ഉത്സവം കാട്ടാൻ പറ്റിയില്ല ഗൈസ്. മാത്രമല്ല ഉത്സവം കഴിഞ്ഞിട്ടില്ല, ഉത്സവം 2 ദിവസം കൂടി ഉണ്ട്. കാരണം അത് പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. പിന്നെ ഇന്നലെയായിരുന്നു താലം, എനിക്കത് കാട്ടാൻ പറ്റിയില്ല ഗൈസ്. കാരണം ഈ ഫോണിൻ്റെ ആ പ്രശ്നം കാരണം കൊണ്ടാണ്. കുഴപ്പമില്ല ഗൈസ്, ഇത്രയും നിങ്ങൾക്ക് വേണ്ടി വളർത്താൻ പറ്റില്ല ഗൈസ്, അത് തന്നെ വലിയ കാര്യം. അപ്പോൾ അടുത്ത വർഷം നിങ്ങൾക്ക് വേണ്ടി താലമൊക്കെ കാട്ടാം ഗൈസ്. ഇപ്പോൾ ഈ വർഷം നിങ്ങൾ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്ത വർഷം ഞാൻ എല്ലാ വീഡിയോസും ഇടാം ഗൈസ്. അപ്പോൾ ഈ വർഷം ഇതിലും നല്ല വീഡിയോസൊക്കെ ഉണ്ടാവും ഗൈസ്. അപ്പോൾ എല്ലാവരും എൻ്റെ വ്ളോഗ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്.